നമസ്കാരം, വിൻസൻ മാമൻ ദ ഇൻ്റഗ്രേറ്ററുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഓഫ് ഗ്രിഡ് ഹൈബ്രിഡ് സോളാർ സൊല്യൂഷൻസിനെ കുറിച്ചാണ്. എന്താണ് ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് സിസ്റ്റം എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം. ഈ ഓഫ് ഗ്രിഡ് സിസ്റ്റം അല്ലെങ്കിൽ ഹൈബ്രിഡ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എവിടെയാണോ ഗ്രിഡ് കണക്ടിവിറ്റി അവൈലബിൾ അല്ലാത്തത്, അതായത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ KSEB സപ്ലൈ എത്താൻ ബുദ്ധിമുട്ടുള്ളതും അല്ലെങ്കിൽ പ്രൊഹിബിറ്റീവായിട്ടുള്ള ഏരിയ, നിരോധിത മേഖല, അതിലേക്കൂടെ നമുക്ക് ലൈൻ കൊണ്ടുപോകാൻ, ഓവർഹെഡ് ലൈൻസ് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരികയും ചെയ്തെന്നാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമായിരുന്നു ഓഫ് ഗ്രിഡ് സിസ്റ്റം അല്ലെങ്കിൽ ഹൈബ്രിഡ് സിസ്റ്റംസ്. എന്നാൽ ഇന്ന് അതിൽ നിന്നും മാറി, അവൈലബിൾ അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് മാറി അവൈലബിൾ ആണെങ്കിലും നമ്മൾക്ക് ചില ഫീച്ചറുകൾ അതിൽ അഡീഷണൽ ആയിട്ടുള്ളപ്പോൾ അത് നമ്മൾക്ക് അവൈലബിൾ ആണെങ്കിലും അവിടെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ അത് ഉപകാരപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ വീടുകൾക്കും ബിസിനസ്സുകൾക്കും ഓഫ് ഗ്രിഡ് അല്ലെങ്കിൽ ഹൈബ്രിഡ് സൊല്യൂഷൻ ഉപയോഗിക്കാൻ തുടങ്ങി. നമുക്ക് നോക്കാം ഇത് എവിടെയൊക്കെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ പറഞ്ഞു, ഇത് ഗ്രിഡ് കണക്ടിവിറ്റി ഇല്ലാത്ത അല്ലെന്നുണ്ടെങ്കിൽ പ്രൊഹിബിറ്റീവ് ഏരിയാസിൽ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സിസ്റ്റമായിരുന്നു. അപ്പോൾ അതിനർത്ഥം അത് റിലയബിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ്. നമുക്ക് തീർച്ചയായിട്ടും അതിനെ ആശ്രയിക്കാവുന്ന, ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു സൊല്യൂഷനാണത്. പരമാവധി അതിൻ്റെ ഒപ്റ്റിമം യൂസേജ് അവിടെ സാധ്യമാണ്. ഈ ഓഫ് ഗ്രിഡോ ഹൈബ്രിഡോ സിസ്റ്റം നമ്മൾ പ്രിഫർ ചെയ്യുമ്പോൾ അതിനകത്ത് എനർജി ഇൻഡിപെൻഡൻസി ഉണ്ട്. കാരണം രണ്ടിലും കോമൺ ആയിട്ടുള്ള ഫീച്ചറാണ് സ്റ്റോറേജ്. ഓഫ് ഗ്രിഡിലും സ്റ്റോറേജ് ഉണ്ട്, ഹൈബ്രിഡിലും സ്റ്റോറേജ് ഉണ്ട്. ഈ ഓഫ് ഗ്രിഡ് എനർജി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണെങ്കിൽ, ഹൈബ്രിഡിൽ അത് ഓഫ് ഗ്രിഡിൻ്റെയും ഗ്രിഡ് ടൈഡിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. ഹൈബ്രിഡ് സൊല്യൂഷൻ ഗ്രിഡിലേക്ക് കണക്റ്റഡ് കൂടിയായിരിക്കും. കാരണം നമ്മൾക്ക് ആവശ്യമായ എനർജി സ്റ്റോർ ചെയ്യുകയും എന്നാൽ നമ്മൾക്ക് സ്റ്റോറേജിൽ നിന്നും യൂസ് ചെയ്യേണ്ടതില്ലാത്ത ചില ലോഡുകൾക്ക് വേണ്ടി അത് യൂട്ടിലിറ്റിയിൽ നിന്ന് നേരിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനാവശ്യമായ എനർജിക്കുള്ള ഈക്വലൻ്റ് എനർജി എക്സ്പോർട്ട് ചെയ്യാനും ഈ പറയുന്ന ഹൈബ്രിഡ് സിസ്റ്റം യൂസ് ചെയ്യാം. അവിടെ നമ്മൾ തന്നെ നമ്മൾക്ക് ആവശ്യമായ എനർജി ജനറേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അതാണ് പവർ ഇൻഡിപെൻഡൻസി. പിന്നെയുള്ളത് ക്വാളിറ്റി പവറാണ്. ഓഫ് ഗ്രിഡിൻ്റെയും ഹൈബ്രിഡിൻ്റെയും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്വാളിറ്റി പവർ ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. സാധാരണ യൂട്ടിലിറ്റി പവർ, അതായത് നമ്മുടെ കേരളത്തിൽ KSEBയുടെ ലൈനിൽ നിന്ന് നമ്മൾ പവർ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും. ഈ പവറിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ഫ്ലക്ച്വേഷൻ പോലുള്ള, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ പോലുള്ള ചില പ്രശ്നങ്ങളാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പവർ ഔട്ടേജ് പോലുള്ള പ്രശ്നങ്ങളാണ്. അത് ഇതിനകത്ത് ഉണ്ടാകുന്നില്ല. ഒരു കോൺസ്റ്റൻറ്റ് പവറായിരിക്കും, അതായത് വളരെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇന്ത്യയിൽ 50 ഹെർട്സിലാണ്, ഫ്രീക്വൻസിയിലാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി വർക്ക് ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്നത്. അത് ഇതേ 50 ഹെർട്സിൽ തന്നെ നമുക്ക് ലഭിക്കും. ഒന്നിലും ഒരു വേരിയേഷനും ഉണ്ടാകാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോവുക. ഇതിനകത്ത് ഫ്ലക്ച്വേഷൻസ് ഒരിക്കലും ഉണ്ടാകുന്നില്ല എന്നതുകൊണ്ട് തന്നെ പവർ ക്വാളിറ്റിയെക്കുറിച്ച് ഒരല്പം കൂടുതൽ പറയേണ്ടി വരും. ഇപ്പോൾ പവർ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീടുകളിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ പല ഓട്ടോമേഷൻ സിസ്റ്റംസും ഉപയോഗിക്കാറുണ്ട്. വീടുകളിലാണെങ്കിൽ ഉദാഹരണത്തിന് ലൈറ്റിംഗ് കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ സ്മാർട്ട് സ്വിച്ച് പോലുള്ള സൊല്യൂഷൻ യൂസ് ചെയ്യാറുണ്ട്. പെട്ടെന്ന് മനസ്സിലാകാനാണ് അങ്ങനെ പറയുന്നത്. ഈ സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ അതിന് ഈ പറയുന്ന എല്ലാ ഓട്ടോമേഷൻ സൊല്യൂഷൻസും അല്ലെങ്കിൽ ഓരോ മെഷീനറികൾ അല്ലെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക്കൽ പാർട്സ് ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി പവറിൽ ഓപ്പറേറ്റ് ചെയ്യത്തക്ക രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ഒരു പുവർ ക്വാളിറ്റി പവർ കൊടുത്തെന്നാൽ അതിൽ ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് ആവശ്യപ്പെടാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് കിട്ടില്ല. കാരണം അതിലെ കോമ്പോണൻസ് ആ രീതിയിലാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വീടുകളിൽ വെച്ചിരിക്കുന്ന ഹോം ഓട്ടോമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ലൈറ്റിംഗ് കൺട്രോൾ, ഇനി അതുമല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ വയ്ക്കാറുള്ള
ഹോം തിയേറ്റർ സിസ്റ്റം. ഇതെല്ലാം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സിസ്റ്റമാണ്, വളരെ വില കൂടിയ സിസ്റ്റംസാണ് ഇതെല്ലാം. ഇതിന് ക്വാളിറ്റി പവർ കൊടുക്കാതിരിക്കുമ്പോൾ ഇതിന് പ്രോപ്പറായി ഫങ്ഷൻ ചെയ്യാൻ സാധിക്കാതിരിക്കുകയും അതിൻ്റെ ഫലമായി അതിൽ കംപ്ലൈൻറ്റുകൾ രൂപപ്പെടുകയും അതിൽ എറേഴ്സ് വരികയും ചെയ്യുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഏതൊരാളും കുറ്റപ്പെടുത്തുന്നത് ആ ഒരു സിസ്റ്റത്തെ ആയിരിക്കും. വെച്ചിരിക്കുന്ന ഓട്ടോമേഷൻ സിസ്റ്റത്തെയോ അല്ലെ ഹോം തിയേറ്റർ സിസ്റ്റത്തെയോ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ശരിയല്ല, നല്ല ക്വാളിറ്റി ഉള്ളതല്ല എന്ന് പറയുകയാണ്. പക്ഷേ അതിൽ വരുന്ന കംപ്ലൈൻറ്റുകളുടെ ഒരു റീസൺ എന്ന് പറയുന്നത് പവർ ക്വാളിറ്റിയാണ്. നമ്മളൊരു പവർ ക്വാളിറ്റി അനലൈസർ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ സപ്ലൈ നമുക്ക് ലഭിക്കുന്ന യൂട്ടിലിറ്റി പവറിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വേവ് ഫോം വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള വളരെ മോശമായ രീതിയിൽ പെട്ടെന്ന് റാപ്പിഡായിട്ടുള്ള ഹൈപ്പുകളും റാപ്പിഡായിട്ട് അതേപോലെ തന്നെ പെട്ടെന്ന് താഴുകയും ചെയ്യുന്ന രീതിയിലായിരിക്കും അതിൻ്റെ ഗ്രാഫ് നമുക്ക് കാണാൻ സാധിക്കുക. അത് നമ്മളുടെ ഈ പറയുന്ന എക്യുപ്മെൻസിനെ ഒന്നും നന്നായി വർക്ക് ചെയ്യാൻ അല്ലെന്നുണ്ടെങ്കിൽ സേഫായി ഇരിക്കാൻ ഒരിക്കലും അനുവദിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അതിൽ ഒരുപക്ഷെ കണക്ട് ചെയ്താൽ കുറച്ച് നാളൊക്കെ വർക്ക് ചെയ്യുമായിരിക്കും, കുറച്ച് നാൾ കഴിയുമ്പോൾ അതിന് ഒരു കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുന്ന ഉദാഹരണങ്ങളൊന്നും തന്നെ ഒരു കെട്ടുകഥയോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഇമാജിനേഷനോ ഒന്നുമല്ല, മറിച്ച് എൻ്റെ മുൻപിൽ വന്നിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ഒരു ഹോം തിയേറ്റർ സിസ്റ്റം വാങ്ങി വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തു. ഞാനും കൂടെ ചേർന്നാണ് ഇൻസ്റ്റാൾ ചെയ്തത്. ഇൻസ്റ്റാൾ ചെയ്ത് അതിനുശേഷം എല്ലാം സെറ്റ് ചെയ്ത് കാലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നതിനിടയിൽ ജസ്റ്റ് കാലിബ്രേഷൻ നടത്താൻ തുടങ്ങിയ സമയത്ത് പെട്ടെന്നൊരു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വരികയും അതിൻ്റെ ആംപ്ലിഫയറിൻ്റെ ബോർഡ്സ് ബേണായി പോവുകയും ഒപ്പം സബ് വൂഫറിൻ്റെ ബോർഡ് ബേണായി പോവുകയും ലക്ഷങ്ങളാണ് അതിനിപ്പോൾ അദ്ദേഹം ചിലവാക്കേണ്ടി വരുന്നത്. അതിന് കാരണം വോൾട്ടേജ് ഫ്ലക്ച്വേഷനാണ്. ക്വാളിറ്റി പവർ ഇല്ലാത്തത് കൊണ്ട് സംഭവിച്ചൊരു അപകടമാണത്. അതിലൂടെ സംഭവിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി പവർ തരാൻ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് മാത്രമാണ് ഓപ്ഷൻ എന്നല്ല ഞാൻ പറയുന്നത്. ഒരു ഓപ്ഷൻ ഓഫ് ഗ്രിഡോ ഹൈബ്രിഡോ സൊല്യൂഷനാണ്. മറ്റു ഓപ്ഷൻസും ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. എനർജി സെക്യൂരിറ്റിയിൽ നമ്മളുടെ എനർജി സോഴ്സ് വൈവിധ്യവൽക്കരിക്കപ്പെടുന്നതിലൂടെ ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ഒരു സോഴ്സ് അല്ലെങ്കിൽ മറ്റൊരു സോഴ്സ് അവൈലബിൾ ആകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മുടെ അടുത്ത് ഒരു യൂട്ടിലിറ്റി പവർ കണക്ഷൻ ഉണ്ടാവുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ അടുത്ത് ഓഫ് ഗ്രിഡ് സൊല്യൂഷൻ ഉണ്ടാവുകയും ചെയ്താൽ ഏതെങ്കിലും ഒന്നിൽ ഒരു ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റോ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പെട്ടെന്ന് ഒരു ദിവസം പോയി കഴിഞ്ഞാൽ മറ്റൊരു സോഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് മറ്റൊരു സത്യം. പിന്നെ ഗ്രിഡ് റിലയബിലിറ്റി കൺസേൺസ് അതിന്റെ ആവശ്യം വരുന്നില്ല. നമ്മുടെ ഗ്രിഡ് കണക്ടിവിറ്റിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നോ അല്ലെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം പോലും ഇന്ന് പവർ അവൈലബിൾ ആയിരിക്കുമോ എന്നോ ഒന്നും നമ്മൾ സംശയിക്കേണ്ടതില്ല. കാരണം നമ്മുടെ അടുത്ത് ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു സോഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഫ്രീക്വന്റ് ആയിട്ട് നടക്കുന്ന പവർ ഔട്ടേജസ്, നമ്മുടെ പവർ ഫെയിലിയേഴ്സ്, ആ പവർ ഫെയിലിയറിനെ ഒന്നും ഭയക്കാതെ നമ്മൾക്കൊരു അൺഇന്ററപ്റ്റഡ് ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ ആയിരിക്കും ഇതിനകത്ത് നമുക്ക് കിട്ടുക. ഓഫറിംഗ് എ പീസ് ഓഫ് മൈൻഡ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്കൊരു മനസ്സമാധാനം. പവർ ഇല്ലാത്തതിന്റെ പേരിൽ നമ്മൾ വിഷമിക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം. പിന്നെ കോസ്റ്റ് സേവിംഗ് ആണ്. ഒബിയസ്ലി ഗ്രിഡ് ടൈഡ് സൊല്യൂഷൻസിനെ അപേക്ഷിച്ച് തീർച്ചയായിട്ടും ഇത് എക്സ്പെൻസീവ് ആണ്. ഗ്രിഡ് ടൈഡിനേക്കാൾ എക്സ്പെൻസീവ് ആണ് ഓഫ് ഗ്രിഡ്, ഓഫ് ഗ്രിഡിനേക്കാളും എക്സ്പെൻസീവ് ആണ് ഹൈബ്രിഡ്. തീർച്ചയായിട്ടും അതിന്റെ ഒരു ഫിനാൻഷ്യൽ കൺസിഡറേഷൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇത് വേണമെന്ന് ചിന്തിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് കൂടി ഒരു ബോധ്യം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതിന്റെ സേവിങ്സ് ഒരിക്കലും ഷോർട്ട് ടൈം ആയിരിക്കില്ല, പകരം ഒരു ലോങ് ടൈമിൽ കിട്ടുന്ന ഒരു സേവിങ്സ് ആയിരിക്കും. അത് നമ്മളുടെ ഇലക്ട്രിസിറ്റി ബില്ല് മാത്രമല്ല കൊണ്ടല്ല ഇതിന്റെ റിട്ടേൺ നമുക്ക് കിട്ടുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ സേവ് ആകുന്നത്. നമ്മുടെ ഈ ലോ ക്വാളിറ്റി പവർ കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ബ്രേക്ക് ഡൗൺ മൂലം ഉണ്ടാകുന്ന ചെലവ് പോലും ഇതിനകത്ത് നമുക്ക് ലാഭമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ 35-50 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ വരെ വിലയുള്ള ഹോം തിയേറ്റർ വാങ്ങി വെച്ചതിന് ശേഷം അതിനൊരു ക്വാളിറ്റി പവർ കൊടുക്കാതിരുന്നാൽ അതിലുണ്ടാകുന്ന നഷ്ടം, അതിനൊരു ബോർഡ് ബേണായി പോയി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത്
വലിയ എമൗണ്ട് മുടക്കിയാൽ മാത്രമായിരിക്കും അത് നമുക്ക് വീണ്ടും തീർച്ചയായിട്ടും തിരിച്ച് അത് പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റാൻ സാധിക്കുക. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് എമർജൻസി പ്രിപ്പയർനെസ്. നമ്മൾക്ക് ഏതൊരു എമർജൻസി സിറ്റുവേഷനെയും ഏതൊരു അടിയന്തര സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പവറിന്റെ ഒരു ലാക്ക് അവിടെ ഉണ്ടാകുന്നില്ല, ലാക്ക് ഓഫ് പവർ അവിടെ ഉണ്ടാകുന്നില്ല, നമുക്ക് എനർജി അവിടെ ഉണ്ടായിരിക്കും. നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് 2018 നമ്മുടെ സംസ്ഥാനത്ത് വന്ന പ്രളയം. ഈ പ്രളയത്തിൽ നമ്മുടെ ഗ്രിഡ് എല്ലാം കൊളാപ്സ് ആയി പോയി. പലയിടത്തും KSEB ജീവനക്കാർക്ക് മാത്രം അത് ചെയ്തു തീർക്കാൻ പറ്റാതെ ഞാനടക്കം ഫീൽഡിൽ അവരെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾക്ക് നമ്മുടെ മൊബൈൽ ഫോൺ എല്ലാവരും അന്ന് ഓരോരുത്തരെയും അകലിരിക്കുന്ന ഒരാൾ തിരിച്ചറിയുക പോലും തമ്മിൽ പരസ്പരം അറിയാൻ പോലും പാടില്ലാത്ത ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി ഒരു മൊബൈൽ ഫോൺ വേണ്ടിയിരുന്ന ഒരു യുവത നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അവരുടെ മൊബൈൽ ഫോൺ അതിന്റെ ബാറ്ററി ഡ്രെയിൻ ഔട്ട് ആയി പോയി കഴിയുമ്പോൾ അവർക്ക് മുഖത്തുണ്ടായ ഒരു സങ്കടം, സഹായിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ, എന്റെ ഫോൺ ഓഫ് ആയി പോയല്ലോ, പവർ ഇല്ല, റീചാർജ് ചെയ്യാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ വന്നല്ലോ എന്നോർക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സങ്കടം. അതിനൊരു പരിഹാരം കൂടിയാണ് ഈ സിസ്റ്റം. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം നമ്മൾക്ക് ഫീസിബിൾ ആണ്, ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. പക്ഷെ ഇതിനകത്തൊക്കെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഏൽപ്പിക്കുന്ന ഇന്റഗ്രേറ്റർ, അറിവുള്ള നല്ല ഇന്റഗ്രേറ്ററിനെ, എക്സ്പേർട്ട് ആയിട്ടുള്ള ഇന്റഗ്രേറ്റേഴ്സിനെ തന്നെ തെരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഒരു സംശയമോ അങ്ങനെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്നെ കണക്ട് ചെയ്യാം. നിങ്ങൾക്കും ഉള്ള മറുപടി തരാൻ ഞാൻ തയ്യാറാണ്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ എനിക്കൊരു ഫീഡ്ബാക്ക് വന്നത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലല്ല പറയുന്നത് എന്നുള്ളതാണ്. ഞാൻ പരമാവധി സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലേക്ക് സിമ്പിൾ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പരമാവധി ശ്രമിക്കുന്നുണ്ട്. പിന്നെ ടെക്നിക്കൽ സൈഡ് ആയതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാകുക. പിന്നെ ഈ വീഡിയോയിൽ നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റിനപ്പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഒരു സ്പെസിഫൈഡ് പോയിന്റിനെ കുറിച്ച് ഒരുപക്ഷെ ചിലപ്പോൾ കൂടുതൽ സംസാരിക്കേണ്ടി വന്നേക്കാം. വീഡിയോയിൽ ഒതുങ്ങാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. എന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ എന്നെ മറുപടി നൽകും. ഒരു സംശയവും എല്ലാ കാര്യത്തിലും. താങ്ക് യു. നമസ്കാരം.